മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കുമ്പോൾ വല്ലാത്ത വിശപ്പ്, ജൂഅൻ ശദീദ, വല്ലാത്ത വിശപ്പ് വന്നു അലി റളിയല്ലാഹു അൻഹുവിന്, വല്ലാത്ത വിശപ്പ്. യാ അല്ലാഹ്, അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? തങ്ങൾ കുട്ടിയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലയോ, എവിടെയെങ്കിലും പോയിരുന്ന ആരോടെങ്കിലും വല്ല ഹദിയ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്ന സൂചന കൊടുത്താ കൊടുക്കില്ലേ? എന്താ ചെയ്തെന്നറിയോ? മദീനയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ചെന്നു. അപ്പൊ അവിടെ പ്രായമുള്ള ആളുകൾ കാണും, മറ്റു ആളുകൾ, അശക്തരായ ആളുകൾ, അവരുടെ സാധനം മേലോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. വീട്ടിലേക്ക് സാധനം ചുമന്നുകൊണ്ട് കൊടുക്കേണ്ട ജോലി ഒരു ചുമട്ട് തൊഴിലാളിയുടെ ജോലി കിട്ടും. അതുകൊണ്ട് മദീനയിൽ ഉയർന്ന പ്രദേശങ്ങളിലടുത്തേക്ക് നടന്നുപോയി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. എന്തിന്? ജോലി ചെയ്തിട്ട് എന്തെങ്കിലും പൈസ കിട്ടും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം. എന്നാലും യാചിക്കണ്ട, ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട, എന്റെ വിഷയം ഞാൻ എന്റെ റബ്ബിനോട് പറയട്ടെ. എന്നിട്ട് ജോലി അന്വേഷിച്ചു പോയി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയാണിത്. കണ്ണൂരിലെ പുതിയാപ്പിളാരൊക്കെ വെയിറ്റ് എത്രയാ? അങ്ങനെയൊക്കെ പെട്ടെടുക്കേണ്ട അവസ്ഥ വരുമോ ഒരു പുതിയാപ്പിളക്ക്? പുതിയാപ്പിളക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ അറിയാം, കണ്ണൂർ തന്നെ വരണം കേട്ടോ. നമ്മൾ അൽപ്പുറത്തൊന്നും ഈ വെയിറ്റ് ഒന്നും കിട്ടൂലേ. പുതിയാപ്പിളക്ക് അന്ന് കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ സൽക്കാരത്തിനൊക്കെ കുറച്ചൊരു പരിഹരണ, പിന്നെ കഴിഞ്ഞു, പിന്നെ പുതിയാപ്പിളൊന്നുമല്ല. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പുതിയാപ്പിളാരെ ഹെഡ് വെയിറ്റ് കാട്ടരുത്, അത് ഞാൻ പറഞ്ഞു കൊടുക്കുക. പുതിയാപ്പിളാരെന്ത് ചെയ്യണം, വല്ലാണ്ട് പൊന്തണ്ട പുതിയാപ്പിളാന്ന് വിചാരിച്ചിട്ട് മനുഷ്യന്മാരിറങ്ങാറാക്കരുത്. ഉള്ളതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട്, ഉള്ളത് സന്തോഷം പറഞ്ഞ് ദുആ ചെയ്തു കൊടുത്ത് കഴിവിന്റെ പരമാവധി വീട്ടുകാരെ സഹായിക്കണം ആ വിഷയത്തിൽ. ഞാൻ പുതിയാപ്പിള എന്റെ മുമ്പ് കണ്ട് വരട്ടെ അങ്ങനൊന്നും ചിന്തിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയാപ്പിളയാണ് മദീനയിൽ വിശന്ന് നടക്കുന്നത്, ഭക്ഷണമില്ല. എന്ത് ചെയ്തു? മദീനത്തെ പള്ളിയിൽ പോയ എന്തെങ്കിലും കാരക്ക അല്ലാഹുവിന്റെ റസൂലിന് കൊണ്ടുകൊടുക്കുന്നതിൽ, പള്ളിയിലേക്ക് വരുന്ന ഭക്ഷണത്തിൽ വല്ലതും കിട്ടുമോ എന്നൊന്നുമല്ല ചിന്തിക്കുന്നത്. അധ്വാനിക്കാൻ പോവാൻ സയ്യിദ് കുടുംബാണ്. നമ്മൾ അങ്ങനെ ഒരു വിഷയം കൂടെ ഞാൻ ചേർത്ത് പറയാണ്. സംഘന്മാരായ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് സയ്യിദന്മാരിലെ. നമുക്ക് പാണക്കാട് കുടുംബം നമുക്ക് വളരെ പെട്ടെന്നാണ് അറിയുള്ളൂ. വേറെയും ഒരുപാട് കബീലകളുണ്ട് സയ്യിദന്മാർ, സംഘന്മാർ. പലരും ജോലി എടുക്കൂല. തങ്ങന്മാരായ ആൾക്ക് ജോലി എടുക്കാൻ എന്തേ? തങ്ങളുകുട്ടിനിപ്പോ എങ്ങനെയാ ജോലി ചെയ്യിപ്പിക്കുക? തങ്ങളുട്ടിക്ക് എന്ത് ചെയ്യില്ല, ബെഡ്റൂമില് ബാച്ചിലർ റൂമിൽ ബെഡ് സ്പേസ് കൊടുക്കൂല. എന്ത്? തങ്ങളുട്ടി അടുത്തുണ്ടായപ്പോ നമ്മളെ കുതിരകളൊന്നും നടക്കൂലല്ലോ. അപ്പൊ ഒന്നങ്ങനെ തങ്ങളുട്ടി ഇപ്പൊ കൂടെ താമസിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ബാത്റൂമിന്റെ ഡൈനിങ് ടേബിൾ വരുമല്ലോ, ഇന്നാൾ കഴുകുക, തങ്ങളുട്ടിനോട് പറയാൻ പറ്റുമല്ലോ. തങ്ങളുട്ടിക്ക് റൂമുമില്ല, ജോലിയില്ല. എന്തോരടങ്ങേറാണ്. അങ്ങനെ ചെയ്യരുത്. അവർക്ക് എന്ത് ചെയ്യണം? മൈശത്ത് ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അവരധ്വാനിക്കാൻ റെഡിയാണ്. അവർക്ക് ജോലി കൊടുക്കുക, അവരധ്വാനിക്കും വേണം. അങ്ങനെയാണ്, അധ്വാനിക്കും വേണം. അലി റളിയല്ലാഹു അൻഹു അധ്വാനിക്കാനായി പോണത് റളിയല്ലാഹു തആല അൻഹു. സയ്യിദന്മാരുടെ വിഷയത്തിൽ അവർക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ ആളുകളൊന്നും അവർക്ക് ഹദിയയായിട്ട് കൊടുത്തതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് സ്വീകരിക്കാനും പറ്റൂല. വളരെ അശക്തരായും അവശരായും കിടക്കുന്ന എത്രയോ സയ്യിദ് കുടുംബങ്ങൾ കാണും. ആ വിഷയത്തിലൊക്കെ നാട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർത്തുകയാണ്. വളരെ ഇജ്ജത്തിൽ ജീവിക്കുന്നവരുണ്ടാവും, അധ്വാനിക്കാൻ പറ്റാത്തവര്, ജോലി ചെയ്യാൻ പറ്റാത്തവര്, ഇവരൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്നു കൊടുത്തിട്ട് എന്ത് ചെയ്യണം? സഹായിക്കും വേണം. അപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക്, മലമ്പ്രദേശത്തേക്ക് കടന്നു ചെന്നു. അപ്പൊ അവിടെ ഒരു പെണ്ണുണ്ട്, കുറെ ഇഷ്ടിക, ഇങ്ങനെ കുറെ ഉണങ്ങിയ മണ്ണ് കൂനയാക്കി വെച്ചൊരു പെണ്ണുങ്ങ് നിൽക്കുന്നുണ്ട്. മണ്ണ് കൂനയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മണ്ണിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിനെ കട്ടയായി അതിനെ മുറിച്ചെടുക്കാൻ. അപ്പോ വെള്ളം കിട്ടാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഓരോ ബക്കറ്റ് വെള്ളം കൊണ്ടുതരുന്നതിന് കൂലിയായി ഒരു കാരക്ക തരുമോ? ഞാൻ വെള്ളം കൊണ്ടുതരാം. എവിടുന്ന്? താഴെ കിണറ്റിന്ന് കൊണ്ടുവരണം. ഈ സയ്യിദ് കുടുംബത്തിലെ കുട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബക്കറ്റ് വെള്ളം ഈ പെണ്ണിന് വേണ്ടി കൊണ്ടുകൊടുക്കണം. കൂലി എത്രയാണെന്നറിയാം? ഒരു ബക്കറ്റ് വെള്ളം മേലെ കൊണ്ടുപോയി കൊടുത്ത ഒരു കാരക്ക. നമുക്കൊന്നും ഇപ്പൊ കാരക്കന്റെ വില നമുക്കറിയില്ല. എന്താ ഇപ്പൊ കാരക്ക കിട്ടിയത്? അന്ന് കാരക്കയുള്ള നാട്ടിലുള്ള കാരക്കന്റെ വിലയാണിത്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി കൊടുത്ത ഒരു കാരക്ക. അങ്ങനെ ജോലി ചെയ്തു അലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 16 ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി കൊടുത്തു മേലോട്ട്. 16 ബക്കറ്റ് വെള്ളം.
അതിന് 16 കാരക്ക കിട്ടി. വിശപ്പടക്കാനായി അധ്വാനിച്ചത് ആ കാരക്ക ഒറ്റക്ക് തിന്നണമെന്ന് വിചാരിച്ച് നടക്കുകയല്ല പുതിയാപ്പിള. എന്റെ അമ്മോശനുണ്ടല്ലോ, എന്റെ ഭാര്യയുടെ ഉപ്പയുണ്ടല്ലോ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കൊണ്ടുപോയി കാണിക്കാം. നബിക്ക് വിശപ്പുണ്ടെങ്കിലോ പുതിയാപ്പിള അമ്മോശനെ ശ്രദ്ധിക്കണമെന്ന്. പുതിയാപ്പിളയായി വലസുന്ന സമയത്ത് ഒരുപാട് ചെലവഴിച്ച വാപ്പയാണ്, പെണ്ണിന്റെ വാപ്പ. ഇപ്പൊ അയാളുടെ ബിസിനസ് ഡൗൺ ആണ്, വളരെ വിഷമത്തിലാണ്, ക്ഷീണത്തിലാണ്, വീടും പറമ്പൊക്കെ കടത്തിലാണ്. ആ സമയത്ത് തിരിഞ്ഞു നോക്കാത്ത പുതിയാപ്പിളമാരെ കഷ്ടപ്പാട് വരുന്ന നേരത്ത് സ്വന്തം ഭാര്യയുടെ ഉപ്പയെ, സ്വന്തം ഭാര്യയുടെ കുടുംബത്തെ നിങ്ങൾക്ക് നോക്കാൻ ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന തത്വമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. വിശന്നിരിക്കുന്ന നേരത്ത് ആ 16 കാരക്ക ഒറ്റക്ക് തിന്നാനുള്ള വിശപ്പുണ്ട്. വിശന്നിട്ടാ പോയത്. ആ വിശപ്പ് മാറാനാ അധ്വാനിച്ചത്. 16 ബക്കറ്റ് വെള്ളം മണ്ണിൽ നിന്ന് താഴെ നിന്ന് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് 16 കാരക്ക കൂലിയായി വാങ്ങി വന്നിരിക്കുന്നു നബിയുടെ പുതിയാപ്പിള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുതിയാപ്പിളമാരെ അധ്വാനിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. നിബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയേ, ഞാനിതാ അധ്വാനിച്ചു കൊണ്ടുവന്ന 16 കാരക്കയുണ്ട് നബിയേ, അങ്ങ് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് നിബിതങ്ങളോട് പറഞ്ഞപ്പോ മുത്ത് നിബിതങ്ങളും അതിൽ നിന്ന് ഏതാനും കാരക്കയെടുത്ത് വിശക്കുന്ന നിബിതങ്ങളും ഭക്ഷിച്ചു, പുതിയാപ്പിളയും ഭക്ഷിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതിന്റെ അർത്ഥം എന്താ അറിയോ? കല്യാണം കഴിഞ്ഞു പോയാലേ പുതിയാപ്പിളക്ക് സ്വന്തം ഭാര്യ വീട്ടുകാരൊക്കെ ഒന്ന് സഹായിക്കാം, അതിനൊന്നും എന്ത് ചെയ്യരുത്, പിശുക്ക് കാണിക്കരുത്. നിനക്ക് എന്റെ ഉള്ളിൽ അർത്ഥം മനസ്സിലാക്കാലോ. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഈ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജോലികളിൽ സത്യസന്ധത പാലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് നമ്മുടെ ഇൽമുമായുള്ള നമ്മുടെ ഇടപെടലിനൊന്നും തടസ്സമല്ല, നമ്മുടെ ഇബാദത്തിന്റെ തടസ്സമല്ല കച്ചവടം ജോലിയൊന്നും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മു സലമ പറഞ്ഞിട്ടുണ്ട്, ഖറജ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താജിറൻ ഇലാ ബുസ്റ. ഷാമിൽ, സിറിയയിൽ ബുസ്റ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ഇറാഖിൽ ബസ്റയുണ്ട്, ഷാമിൽ ബുസ്റ എന്ന പ്രദേശമുണ്ട്. കച്ചവടത്തിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു. ബുസ്റയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്യാൻ മദീനയിൽ നിന്ന് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് സിദ്ദീഖ് എന്നവർ കച്ചവടത്തിന്റെ യാത്ര പോയിട്ടുണ്ട്. ما منع أبا بكر حبه لملازمة النبي صلى الله عليه وسلم ولا منع النبي حبه لقرب أبي بكر عن ذلك. സലമ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന് സിദ്ദീഖ് എന്നവർ കൂടെ എപ്പോഴും വേണമെന്ന് നബിക്ക് ആഗ്രഹമുള്ള സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും നബിയുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ള ആ കാലത്തും ഇങ്ങനെ കച്ചവടത്തിന് യാത്ര പോകാൻ സിദ്ദീഖ് എന്നവർക്ക് നിബിതങ്ങൾക്കും ഇതൊന്നും തടസ്സമായിട്ടില്ല. നിബിതങ്ങൾ സിദ്ദീഖ് എന്നവരോട് പോകല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. എന്നാലും കച്ചവടം നടക്കണ്ടേ? പള്ളിയും മദ്രസയും പരിപാലിക്കുന്ന എത്രയോ മുതലാളിമാർ, ദീനീ സ്ഥാപനത്തിന് സഹായിക്കുന്നവരെ, അവർക്ക് കച്ചവടത്തിന് പോവേണ്ടി വരും. മുഴുവൻ സമയം ഉസ്താദുമാരുടെ കൂടെ നിന്നാൽ അവിടെ ബിസിനസ് ആര് നോക്കും? ഉസ്താദുമാരോട് ഇഷ്ടമാണ്, മഹല്ലിനോട് ഇഷ്ടമാണ്, പള്ളിയോട് ഇഷ്ടമാണ്, എന്നാൽ അതിന്റെ കൂടെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി അവർക്ക് പോവേണ്ടി വരും. ആ നിബിതങ്ങളോടുള്ള സ്നേഹമൊന്നും സിദ്ദീഖ് തങ്ങളുടെ കച്ചവട യാത്രക്ക് തടസ്സമായിട്ടില്ല എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വളരെ സ്നേഹത്തിൽ അടുപ്പത്തിൽ ജീവിച്ചപ്പോഴും അധ്വാനിക്കാനല്ലേ പോവുകയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യമാരെ നാട്ടിലാക്കി പോകുമ്പോൾ വേദന തോന്നാറുണ്ട്, സഹോദരിമാർക്ക് വിഷമം തോന്നാറുണ്ട്. എന്റെ ഭർത്താവ് എന്നെ ഇവിടെയാക്കി പോവുകയാണല്ലോ എന്ന് പറഞ്ഞ്. അധ്വാനിക്കാനാണ്, മഈശത്തിന് വേണ്ടിയാണ്. തന്റെ മക്കൾക്ക്, തനിക്ക്, തന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ അധ്വാനിക്കാനുള്ള യാത്രയല്ലേ. ആ യാത്രയിൽ അവർക്ക് ആശീർവാദം കൊടുക്കണം, ദുആ ചെയ്തു കൊടുക്കണം, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. വിഷമമാണ്, സ്നേഹമുണ്ട്, എന്നാലും അധ്വാനിക്കാനുള്ള യാത്രക്ക് പോയല്ലേ പറ്റൂ.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബിയോട് സ്നേഹമുണ്ട്, പക്ഷേ കച്ചവടം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ മദീനയിലെ കാലഘട്ടത്തിലും നബിയോട് കൂടെ ജീവിക്കുമ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയിട്ടുണ്ടെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് കുറെ ദൂരെ ഒരു മലമ്പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കുന്നിന്റെ മുകളിലായിരുന്നു അവരുടെ വീട്. അപ്പൊ എല്ലാ ജമാഅത്തിനും മസ്ജിദ് നബവിയിൽ വരാൻ കഴിയുമായിരുന്നില്ല. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് നബിയോട് സ്നേഹമുള്ള ഉമർ എന്നവർ, നബിയോട് വല്ലാണ്ട് അടുപ്പമുള്ളവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അൻസ്വാരിയായ തന്റെ അയൽവാസിയോട് പറയും, നാളെ നിങ്ങൾ നബിയുടെ ദർസിലേക്ക് പോവാ, നാളെ നിങ്ങൾ വാല് കേൾക്കാൻ വേണ്ടി പോവാ, എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് എനിക്ക് പറഞ്ഞു വന്നു തരിക. നിങ്ങളുടെ ആടുകളെയും എന്റെ ആടുകളെയും ഞാൻ നോക്കിക്കൊള്ളാം, കൃഷി ഞാൻ നടത്തിക്കൊള്ളാം. മറ്റന്നാള് ഞാൻ പോകും നബിയുടെ ദർസിലേക്ക്, എന്നിട്ട് ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എന്റെ ആടുകൾക്കുള്ള തീറ്റയും ഭക്ഷണവും നിങ്ങൾ കൊടുക്കണം. നമുക്ക് രണ്ടുപേർക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം എന്ന് പറഞ്ഞ് ഒന്നിടവിട്ട് ജോലി ചെയ്തിരുന്ന മഹാനാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബത്തിനൊന്നും ജീവിത ത്യാഗം ചെയ്തവരാണ് അവർ, സുഹൃദ് ചെയ്തവരാണ്, ത്യാഗീവര്യരാണ്. പക്ഷേ ബിസിനസ്സോ ജോലിയോ ഒന്നും അവരുടെ ഈ സുഹൃദിന് തടസ്സമായില്ല എന്നാണ് ശാരദമ പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ മുസ്ലിമായ ഒരാൾ അധ്വാനിച്ച് ജീവിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ആലിമ്യങ്ങളിലൊക്കെ ചില ആളുകളുടെയൊക്കെ പേര് തന്നെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാമ ബസ്സാർ റഹ്മത്തുള്ളാഹി, അല്ലാമ സജ്ജാദ്, അല്ലാമ ഹജ്ജാജ്, അല്ലാമ ഖവാസ്, അല്ലാമ ജസ്സാസ്, സുബ്ബാൻ, അല്ലാമ അൽ ഖത്താൻ, ഇതൊക്കെ ഓരോരുത്തരും ചെയ്ത ജോലിയുടെ പേരാണ്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടത് അവരുടെ ജോലിയുടെ പേരിലാണ്. അതുകൊണ്ട് ആകത്തുകയായി പറയാണ്, ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലാ هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. അവിടെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. هو الذي جعل لكم الأرض ذلولا. ഈ ഭൂമിയെ നിങ്ങൾക്ക് അധ്വാനിക്കാനും ജോലി ചെയ്യാനും കൃഷി ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയെ സംവിധാനിച്ചത് ആരാണ്? സൃഷ്ടാവായ അല്ലാഹുവാണ്. അവനാണ് ഈ ഭൂമിയെ ഇങ്ങനെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്. ഇത് വെറുതെ പൊട്ടിമുളച്ചുണ്ടായതല്ല, പരക്കോടി ദൈവങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ ഭൂമി ഏകനായ അല്ലാഹു. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ. അതുകൊണ്ട് ഭൂമിയുടെ ചുമലിലൂടെ നിങ്ങളൊന്ന് നടന്നു നോക്കുന്നില്ലേ? വകുലൂ മിർ റിസ്ഖിഹി. ആ ഭൂമിയിലെ റിസ്ക് നിങ്ങൾ തിന്നുന്നില്ലയോ? നിങ്ങൾ റിസ്ക് അന്വേഷിച്ച് യാത്ര പോകുന്നില്ലേ? ഭൂമിയിലൂടെ നടന്നു നോക്കുന്നില്ലേ? നിങ്ങളുടെ ഭക്ഷണം അന്വേഷിച്ച് നിങ്ങൾ അധ്വാനിക്കണേ, നിങ്ങൾ ജോലി ചെയ്യണേ. വഇലൈഹിൻ നുശൂർ. ജോലിയും കച്ചവടവും മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കല്ലേ. അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കുമുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന ജോലി അള്ളാഹുവിന് പൊരുത്തമുള്ളതാവണം, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു മനുഷ്യൻ ചെയ്യുന്ന നഫഖത്തുർ റജുലി അലാ അഹ്ലി, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നത് യഹ്തസിബുഹു, അള്ളാഹു കൂലി തരുമെന്ന് വിചാരിച്ച് ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നത്, സ്വന്തം ഭാര്യയ്ക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്കൊരു മനുഷ്യൻ ചെലവഴിക്കുന്നത് യഹ്തസിബുഹു, കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെലവഴിച്ചാൽ സ്വദഖത്തുൻ, അതിന് സ്വദഖയുടെ കൂലിയുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ വ്യാഖ്യാനം കൊടുക്കുന്നത് യഹ്തസിബുഹു എന്ന വാക്കിനെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നതൊക്കെ സ്വദഖയാണെന്നല്ല പറഞ്ഞത്. യഹ്തസിബുഹു, കുടുംബത്തിന് ചെലവഴിച്ചാൽ അള്ളാഹു കൂലി തരും എന്ന് വിചാരിച്ച് മക്കളുടെ സ്കൂൾ ഫീസ് അടക്കുന്നത്, അവർക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത്, മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത്, മദ്രസാ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി വസ്ത്രം, ഭക്ഷണം, വെള്ളം, എല്ലാം, സ്കൂൾ ബാഗ്, മദ്രസയിൽ പോകാനുള്ള സംവിധാനങ്ങൾ, ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ, ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ മക്കൾക്ക് ചെലവഴിക്കുന്നുണ്ടോ, ആഭരണം വാങ്ങിച്ചു കൊടുക്കുന്നത്, അവർക്ക് ഓർണമെന്റ്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത്, എല്ലാം ഇതിനൊക്കെ അല്ലാഹുവേ നീ കൂലി തരയണമേ എന്ന് വിചാരിച്ച് ചെലവഴിച്ചാൽ സ്വദഖത്തുൻ, ഇതൊക്കെ സ്വദഖയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മക്കളൊക്കെ ഉള്ള 4-5 മക്കളൊക്കെ ഉള്ളവരെ അവരൊക്കെ 10-20 കൊല്ലം പോറ്റി വളർത്തുമ്പോ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ടുണ്ടാവും. പിന്നെ കല്യാണം കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ, പ്രത്യേകിച്ച് കണ്ണൂരത്തെ കല്യാണമൊക്കെ. ഇതൊക്കെ അള്ളാഹു കൂലി തരുന്ന് വിചാരിച്ച് ചെലവാക്കിയാൽ സ്വതക്കയാണ്. അല്ലാതെ എത്രയോ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ കുറെ ഉണ്ടാകും, ഒരുപാട് ചെലവാക്കുന്നവരുണ്ടാവും, അതൊന്നും അവർക്ക് കൂലി കിട്ടൂല. കൂലി കിട്ടൽ ആർക്കാണ്? യഹ്തസിബ്, ഇതിനൊക്കെ എനിക്ക് അള്ളാഹു കൂലി തരും എന്ന നിയ്യത്തോടുകൂടെ ചെലവഴിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് പ്രതിഫലം ഉണ്ടാവും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.